ഹായ് ഗുഡ് മോർണിംഗ് എവരിവൺ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. സാധാരണ 6 മണിയൊക്കെയാണ് ഞാൻ എഴുന്നേൽക്കാറ്. അത് നല്ല ശീലമൊന്നുമല്ല, കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ്. ഇന്ന് ഇത്തിരി കൂടി നേരത്തെയാണ്, 5:30 ആകുമ്പോഴൊക്കെ എണീറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇന്ന് ലേറ്റൊക്കെ ഇട്ടത്. പുറത്ത് നല്ല എന്താ പറയുക, അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആദ്യം നല്ല സൗണ്ടിലായിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇപ്പോൾ വളരെ ചെറുങ്ങനെയാണ്. പുറത്ത് വാഹനങ്ങൾ പോകുന്ന സൗണ്ടും ഒക്കെ കേട്ടുകൊണ്ട് നമ്മളിന്ന് വെള്ളാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവിത പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എണീറ്റ പാടെ വന്ന് നോക്കിയത് മാവ് റെഡിയായോ എന്നുള്ളതാണ് കേട്ടോ. കാരണം മാവ് റെഡി ആയിട്ടില്ലേ പിന്നെ ഇന്നത്തെ വെള്ളാപ്പം കൊളായി പോകുമല്ലോ. അതുകൊണ്ട് വന്ന് നോക്കിയതാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെ മാവ് പൊങ്ങി വരാറൊന്നുമില്ല, കാലാവസ്ഥ അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഇത്തിരി തണുപ്പൊക്കെയാണ്, മഴയൊക്കെ ഉണ്ട്, ചെറിയ മഴച്ചാറലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മാവ് മോശമില്ലാത്ത രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ വെള്ളയപ്പം ചുടാൻ പോവാണ്. അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് മാവിൽ, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളയപ്പത്തിൻ്റെ പാത്രം വെച്ചു. ഇനി നമുക്കിതിലേക്ക് വെള്ളയപ്പം ഒഴിക്കണം. ഫസ്റ്റത്തെ വെള്ളയപ്പം ഒഴിച്ച് നോക്കാം കേട്ടോ. ഇത് ചുറ്റിച്ച് കൊടുക്കുന്നതാണ് ഒരു പാട് എന്ന് പറയുന്നത്. പാട് എന്നല്ല, എന്താ പറയുക, അത് നല്ല വട്ടത്തിലായിട്ടില്ലെങ്കിൽ അതൊരു ലുക്ക് ഉണ്ടാവില്ല കാണാൻ. ഇതെന്തോ പൊങ്ങോ ആവോ അറിയില്ല. ആദ്യമൊക്കെ ഉമ്മയൊക്കെ ചുടുന്ന വെള്ളപ്പം വലിയതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നേരി വെള്ളപ്പമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇപ്പോൾ ചുടാറുള്ളത്. അങ്ങനെ ഒരുവിധം വെള്ളയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, ഇതിന് കറിയായിട്ടൊന്നുമില്ല. എല്ലാവർക്കും വെള്ളയപ്പത്തിൻ്റെ കൂടെ മുട്ട ബുൾസൈ അങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. എല്ലാ വീടുകളിലും ഇതുപോലെ ആയിരിക്കണം എന്നില്ല, വ്യത്യസ്ത കറികളായിരിക്കും വെള്ളയപ്പത്തിൻ്റെ പുറം കഴിക്കുന്നുണ്ടാകാം. ഞങ്ങളിങ്ങനെയാണ് കഴിക്കാറ്. അങ്ങനെയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ വെള്ളയപ്പം കഴിക്കാനിരിക്കുകയാണ്. നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ വിശക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, വെള്ളയപ്പം ഒരു മുട്ട ബുൾസൈ എടുത്തു. അങ്ങനെ അത് കഴിക്കുകയാണ്. നല്ല പാൽച്ചായ ഉണ്ട് കൂടെ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് അമ്മാറിനെ മദ്രസയിൽ അയച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയുള്ള സമയത്തൊന്നും ഞാനങ്ങനെ അയക്കാറില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് അലർജീൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പുള്ള സമയത്തൊക്കെ പുറത്ത് പോകാമെന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഞാനങ്ങനെ അയക്കാറില്ല. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്ന് അമ്മാറിന് ലഞ്ചിന് കൊടുക്കാൻ വേണ്ടി പൊട്ടറ്റോ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. ഇങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്ത് പൊട്ടറ്റോയിൽ പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് മാത്രമുള്ള ഒരു കൂട്ട് തയ്യാറാക്കി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. സോയ ചങ്ക്സ് ഇന്നലെ കൊടുത്തു, ഇന്നിതാ പൊട്ടറ്റോ ഫ്രൈ ആണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പതിവ് പോലെ തന്നെ ഫ്രൈങ് പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് അതിൻ്റെ ചെറിയ ലഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കുശാൽ തന്നെയാണ്. സ്കൂളിൽ കൊടുക്കുന്ന ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കുന്നത്. നല്ല സാമ്പാറും ചോറും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ അവന് അതൊന്നും കഴിക്കാൻ നിൽക്കാറില്ല. അവന് സാമ്പാർ പൊതുവെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവനിങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റംസ് ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിച്ചോളും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തു വിടുന്നത്. അങ്ങനെ അവൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ സ്കൂളിലേക്ക് യാത്രയായി.